പിങ്ക് നിറത്തിൽ തിളങ്ങുന്ന കൊട്ടാരം. ആ രാജ്യത്ത് എല്ലാം രാജകീയമായി കൃത്യമായാണ് നടക്കുന്നത്. ചിരിക്കുന്നത് പോലും കൊട്ടാരത്തിന്റെ ചട്ടങ്ങൾ പാലിച്ചായിരുന്നു. ലില്ലി രാജകുമാരി ഒരു സാധാരണ രാജകുമാരികളെ പോലെ ആയിരുന്നില്ല. അവൾക്ക് കിരീടത്തേക്കാൾ ഇഷ്ടം ചോക്ലേറ്റ് ആയിരുന്നു. രാജകീയ വിരുന്നിലെ ശീലങ്ങളെക്കാൾ ഇഷ്ടം കിച്ചണിൽ പോയി ഫുഡ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നതായിരുന്നു. ലില്ലി ചിരിക്കുമ്പോൾ വലിയ ശബ്ദമായിരുന്നു. അങ്ങനെ ചിരിക്കാനാണ് ലില്ലിക്ക് ഇഷ്ടം. ഒരു ദിവസം കൊട്ടാരത്തിൽ ഒരു രാജകീയ വിരുന്ന് നടക്കുകയായിരുന്നു. അതിനായി അവർ ലില്ലിയെ വലിയ വസ്ത്രങ്ങളെല്ലാം അണിയിച്ചൊരുക്കി. അവൾക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ആ വിരുന്നിൽ ചാൾസ് എന്ന രാജകുമാരനെ അവർ ക്ഷണിച്ചു. ലില്ലിയുടെ അമ്മ ചാൾസിനെ രാജകീയമായി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ലില്ലിയും ചാൾസും കണ്ടുമുട്ടി. ചാൾസിന് ലില്ലിയുടെ സ്വഭാവം വളരെ വ്യത്യസ്തമായി തോന്നി. ലില്ലി കിച്ചണിൽ ഇരുന്ന് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കെ ചാൾസ് അങ്ങോട്ട് കയറി വന്നു. ലില്ലി അവനൊരു കഷ്ണം കേക്ക് കൊടുത്തു. ഉറങ്ങാനായി അവിടുന്ന് പോയി. ചാൾസിന് അവളുടെ ഈ സ്വഭാവങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ ആദ്യമായാണ് ഇങ്ങനെയുള്ള ഒരു രാജകുമാരിയെ കാണുന്നത്. പിന്നീട് കൊട്ടാരത്തിലെ വിരുന്നിൽ അവർ രണ്ടുപേരും നൃത്തം ചെയ്യുകയും ചെയ്തു. ഇതിനിടെ ലില്ലി സ്വാഭാവികമായി പെരുമാറിയത് കണ്ടപ്പോൾ ചാൾസ് അവളോട് രാജകീയ ചട്ടങ്ങൾ പാലിക്കാൻ പറഞ്ഞു. ഇത് കേട്ട് ലില്ലി ദേഷ്യത്തോടെ പറഞ്ഞു, ശീലങ്ങൾക്കായി നമ്മൾ മാറേണ്ടതില്ല. പിന്നീട് അവളുടെ വാക്കുകൾ ശരിയാണെന്ന് ചാൾസിന് തോന്നി. കൊട്ടാരത്തിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴും അവൾ കിടന്നുറങ്ങുകയായിരുന്നു. ഇതിനിടെ ചാൾസും ലില്ലിയും പ്രണയിച്ചു തുടങ്ങി. ചാൾസിന്റെ അമ്മയാവട്ടെ അവന് വേണ്ടി കൊട്ടാരത്തിലെ എല്ലാ ശീലങ്ങളും പഠിച്ച ഒരു പെർഫെക്റ്റ് ആയ പാർട്ട്ണറിനെ കണ്ടുവച്ചിരുന്നു. ഇതറിഞ്ഞ ലില്ലി തകർന്നു പോവുകയാണ്. പക്ഷേ ചാൾസിന് ലില്ലിയോടുള്ള പ്രണയം സത്യമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ ചാൾസിന്റെ അമ്മ ചാൾസ് തിരിച്ചു വരാത്തത് കാരണം ദേഷ്യപ്പെട്ട് ലില്ലിയുടെ കൊട്ടാരത്തിലെത്തി. അവർ അവിടെ ചാൾസ് വരുന്നതും കാത്തുനിന്നു. അവർ തിരിച്ചു വന്നപ്പോൾ ചാൾസിന്റെ അമ്മ അവളെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ലില്ലി രാജ്ഞിയാകാൻ യോജിച്ചവളല്ല എന്ന് പറഞ്ഞ് അവർ ലില്ലിയുടെ മനസ്സ് വേദനിപ്പിച്ചു. അവളുടെ മനസ്സ് വേദനിച്ചെങ്കിലും തന്റെ സ്വഭാവം മാറ്റാൻ ലില്ലി തയ്യാറായില്ല. ഇതെല്ലാം അറിഞ്ഞ് ചാൾസ് അമ്മയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചാൾസ് ലില്ലിയെ സമാധാനിപ്പിക്കാനായി പോയി. അവൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു. ഒടുവിൽ അമ്മ അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ ചാൾസ് രാജ്യം വിട്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ ലില്ലി അവന്റെ മുന്നിലെത്തി അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ചാൾസ് പോയ വിഷമത്തിൽ അവന്റെ അമ്മ കരയാൻ തുടങ്ങി. ലില്ലി അവനെ കൂട്ടിക്കൊണ്ടുവന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. അവരുടെ കണ്ണു നിറഞ്ഞു. അവർ ലില്ലിയെ അംഗീകരിച്ചു തുടങ്ങി. ഇത് കണ്ട് ചാൾസിന്റെ അമ്മ അവനായി കണ്ടെത്തിയ പെർഫെക്റ്റ് രാജകുമാരി ദേഷ്യത്തോടെ അവരിൽ നിന്നും പോയി. പിന്നീട് ചാൾസിന്റെയും രാജകുമാരി ലില്ലിയുടെയും കല്യാണം രാജകീയമായി നടന്നു.